ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള താൽക്കാലിക ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. കുറഞ്ഞ യോഗ്യത വരുന്നത് 8ാം ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം വയനാട് ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. മുപ്പൈനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ലബോറട്ടറിയിലേക്ക് ലാബ് ടെക്നീഷ്യൻ ക്ലീനിംഗ് സ്റ്റാഫ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് BSc MLT കോഴ്സുകൾ അല്ലെങ്കിൽ ഡിപ്ലോമ MLT പാസ്സായിരിക്കണം. കൂടാതെ കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. ക്ലീനിംഗ് സ്റ്റാഫിന് 10ാം ക്ലാസ്സാണ് യോഗ്യത വരുന്നത്. മുപ്പൈനാട് പഞ്ചായത്തിലുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജൂൺ 8 രാവിലെ 11 മണിക്ക് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ അസൽ രേഖകൾ സഹിതം കൂടിക്കാഴ്ച ഹാജരാകണം. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ദിവസവേതന കരാർ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്ററെ നിയമിക്കുന്നുണ്ട്. യോഗ്യത വുമൺ സ്റ്റഡീസ്, ജെൻഡർ സ്റ്റഡീസ്, സോഷ്യൽ വർക്ക്, സൈക്കോളജി എന്നീ വിഷയങ്ങളിൽ ഏതിലെങ്കിലും ബിരുദാനന്തര ബിരുദം ഉണ്ടായിരിക്കണം. ജൂൺ 8 രാവിലെ 10:30 യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിൽ മക്കരപ്പറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലിക ഫാർമസിസ്റ്റിന്റെ ഒഴിവ് വന്നിട്ടുണ്ട്. അഭിമുഖം ജൂൺ 8 രാവിലെ 11:30 മക്കരപ്പറമ്പ് ആരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള D.Pharm അല്ലെങ്കിൽ B.Pharm ബിരുദവും കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ഫോട്ടോ പതിച്ച ബയോഡേറ്റ, യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. അടുത്തത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ നഗരസഭാ പരിധിയിൽ വരുന്ന 4, 7, 9, 10, 18, 22, 30 എന്നീ വാർഡുകളിലേക്ക് ആശാ വർക്കർമാരെ നിയമിക്കുന്നതിനായി പെരിന്തൽമണ്ണ നഗരസഭ ചെയർപേഴ്സൺ ചേംബറിൽ വെച്ച് ജൂൺ 8 രാവിലെ 10 മണിക്ക് കൂടിക്കാഴ്ച നടക്കുന്നുണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. SSLC പാസ്സായ 25-നും 45-നും ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. മുൻ ആശാപ്രവർത്തക, ആരോഗ്യ മേഖലയിൽ സന്നദ്ധ സേവനം നടത്തിയവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. അതാത് വാർഡ് പരിധിയിലെ സ്ഥിര താമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ ചിറ്റൂർ സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ വിവിധ തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് ജൂൺ 8 രാവിലെ 10 മണിക്ക് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഇലക്ട്രിക്കൽ തസ്തികയിലേക്ക് ബന്ധപ്പെട്ട വിഷയത്തിൽ ഡിപ്ലോമയാണ് യോഗ്യത. ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് എഞ്ചിനീയറിംഗ് ഇൻസ്ട്രക്ടർ ഒഴിവിലേക്കുള്ള യോഗ്യത. ട്രേഡ് ഇൻസ്ട്രക്ടർ, ഫിറ്റിംഗ്, ട്രേഡ്സ്മാൻ, ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ വെൽഡിംഗ് അല്ലെങ്കിൽ ഫിറ്റിംഗിന് ബന്ധപ്പെട്ട വിഷയത്തിൽ ITI അല്ലെങ്കിൽ KGCE അല്ലെങ്കിൽ THSLC എന്നിവയാണ് യോഗ്യത വരുന്നത്. HST ഗണിതശാസ്ത്രത്തിന് അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദവും B.Edഉം KTET അല്ലെങ്കിൽ സെറ്റ് അല്ലെങ്കിൽ നെറ്റും പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. എല്ലാ തസ്തികയിലേക്കും പ്രവൃത്തി പരിചയം ആവശ്യമാണ്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, തിരിച്ചറിയൽ രേഖകൾ സഹിതം ഇന്റർവ്യൂവിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളം സ്പോർട്സ് ഡിവിഷനിലേക്ക് 2 വാർഡർമാരെ ദിവസകൂലി അടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട്. യോഗ്യത ബിരുദവും B.Edഉമാണ്. കായികക്ഷമതയുള്ളവരായിരിക്കണം. വാർഡന്മാർ കുട്ടികളോടൊപ്പം താമസിച്ച് അവർക്ക് പാഠ്യഭാഗങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരായിരിക്കരുത്. താമസവും ഭക്ഷണവും സൗജന്യമാണ്. സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ദിവസക്കൂലി ശമ്പളമാണ് ലഭിക്കുക. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജൂൺ 8 ഉച്ചയ്ക്ക് 12 മണിക്ക് വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി കുന്നംകുളം മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ മുമ്പാകെ അഭിമുഖത്തിന് ഹാജരാവണം. തുടർന്ന് പ്രവേശനം ലഭിക്കുന്നവർ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കൊല്ലം ജില്ലയിൽ പുനലൂർ താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ റേഡിയോഗ്രാഫർ, ഡ്രൈവർ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനത്തിന് അപേക്ഷിക്കാം. യോഗ്യത റേഡിയോഗ്രാഫർ തസ്തികയിലേക്ക് +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രി അല്ലെങ്കിൽ VHSC ആണ്. കൂടാതെ തിരുവനന്തപുരം ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ 2 വർഷത്തെ സർട്ടിഫൈഡ് റേഡിയോളജിക്കൽ അസിസ്റ്റന്റ് കോഴ്സ് അല്ലെങ്കിൽ തത്തുല്യ കോഴ്സ് ഉണ്ടായിരിക്കണം. കൂടാതെ കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുമാണ്. തത്തുല്യ യോഗ്യതയുള്ളവർ ഈക്വലൻസി തെളിയിക്കുന്ന സർക്കാർ ഉത്തരവിൻ്റെ പകർപ്പ് കൂടി ഹാജരാക്കണം. ആംബുലൻസ് ഡ്രൈവർ തസ്തികയിലേക്ക് 8ാം ക്ലാസ് പാസും ഹെവി ഡ്യൂട്ടി ലൈസൻസും 3 വർഷത്തെ ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് പരിചയവും ഉണ്ടായിരിക്കണം. പ്രായപരിധി 40 വയസ്സ് വരെയാണ്. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. താല്പര്യമുള്ളവർ വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം ബയോഡേറ്റയും പ്രായവും യോഗ്യതകളും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം ജൂൺ 6 വൈകിട്ട് 3
മണിക്കകം ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ഇടുക്കി ജില്ലയിൽ ഗവൺമെൻറ് LP സ്കൂൾ കലൂരിൽ താൽക്കാലിക LPST ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം ജൂൺ 6 ശനിയാഴ്ച രാവിലെ 11 മണിക്ക് നടത്തുന്നുണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളുമായി സ്കൂൾ ഓഫീസിൽ ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.